എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു പഴബജ്ജിയാണ്. അതിലേക്ക് 3 ബൗൾ മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ അരിപ്പൊടിയും കൂടി എടുക്കണം. തരിയായ അരിപ്പൊടിയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. നൈസുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ അരിപ്പൊടിയും 1 സ്പൂൺ റവയും കൂടി നമ്മൾക്ക് എടുക്കാവുന്നതാണ്. 3 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾക്കൊരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3 സ്പൂണൊക്കെ ആകുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാകും. കുറവ് മതിയെങ്കിൽ നമ്മൾക്ക് അത്ര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണിൽ കുറവായി ഉപ്പും ചേർത്ത് ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ പഴബജ്ജി ഒന്ന് നന്നായി പൊള്ളി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേർത്തേണ്ട ആവശ്യമില്ല. ഇനി കളറിനായിട്ട് മഞ്ഞൾപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ മാവ് ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പരുവത്തിലായിരിക്കണം നമ്മളിതൊന്ന് മാവ് ഇളക്കി വെക്കുന്നത്. കൂടുതൽ വെള്ളമാകേണ്ട പഴബജ്ജി കിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ഈ പഴബജ്ജിക്ക് ചെറുതായൊരു മഞ്ഞളിൻ്റെ സ്മെല്ലുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് വീട്ടിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് വേണ്ട വയ്ക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു 1/2 സ്പൂൺ. കാരണം നമ്മൾക്ക് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അടച്ച് വെച്ചത്. 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിലേക്ക് നന്നായി എണ്ണ ചൂടാകണം. ആദ്യം നന്നായി ചൂടായില്ലെങ്കിൽ ഈ പഴബജ്ജി തരിച്ചു പോകും. അപ്പോൾ നന്നായി ചൂടായ ശേഷം വേണം നമ്മൾക്ക് ഈ ബജ്ജി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാനായി, ഈ പഴം ഇട്ട് കൊടുക്കാനായി. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം. ഇനി ഇതൊന്ന് നല്ല കളറ് മാറിയ ശേഷം വേണം ഇതൊന്ന് നമ്മൾക്ക് തിരിച്ചിടാനായിട്ട്. നമ്മൾ ഇട്ടതും എടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ മാവും ആ പഴമൊക്കെ ഒന്ന് മാറി നിൽക്കും, വിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഈ പരുവത്തിലായി നമ്മുടെ പഴബജ്ജി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പഴബജ്ജി റെഡിയായി. എല്ലാവരും ഈ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കമൻറ്റും